ഈ കാടും പാറക്കെട്ടുമൊക്കെ താണ്ടി ഞാനിത് എങ്ങോട്ടാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. നമ്മുടെ നാടറിയാമെന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ആയൂർ ന്യൂസിൻ്റെ നാടറിയാമെന്ന പ്രോഗ്രാമിലൂടെ ഇന്നൊരു അടിപൊളി സ്ഥലത്തിന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ സ്ഥലം ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഇതുവഴിയൊക്കെ യാത്രയും ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരുപക്ഷെ നിങ്ങൾ കയറിയിട്ടുണ്ടാകില്ല. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്കങ്ങ് സഹ്യപർവ്വതം വരെ കാണാൻ കഴിയും. നമ്മളിങ്ങനെ കേൾക്കുന്നൊരു ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദമാണ് ഞാൻ കേൾപ്പിച്ചത്. ഇതിൻ്റെ മുകളിൽ എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നൊരു ശബ്ദമാണ്. ഇങ്ങനെ കാറ്റ് ചൂളം വിളിക്കുന്ന ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ചൂളം വിളിക്കുന്നൊരു ശബ്ദം. ഇത് നമ്മുടെ കല്ലടത്തണ്ണി എസ്റ്റേറ്റാണ് നമ്മളീ കാണുന്നത്. ഈ കല്ലടത്തണ്ണി എസ്റ്റേറ്റിൽ മരം മുറിച്ചിട്ട് വളരെ നയനമനോഹരമായിട്ട് പച്ചപ്പ് പുതച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു എസ്റ്റേറ്റും ആ ഒരു കുന്നുമാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ 4 സൈഡിലും മയിലാടംപാറ, ആയിരവല്ലിപ്പാറ, അതുപോലെ തന്നെ ചടയമംഗലം, ജടായുപ്പാറ, അഴമലപ്പാറ എന്നിങ്ങനെ ഒരുപാട് പാറകളുടെ ഒരു പ്രത്യേക ഒരു ഏരിയയാണ് ഈ ഏരിയ. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന ഈ സ്ഥലം, ഈ പാറ ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇത് പൊടിയഞ്ചത്ത പാറ എന്നാണ് ഇതിൻ്റെ പേര്. ഈ പൊടിയഞ്ചത്ത പാറ എന്ന് പേര് വരാനുള്ള കാരണവും എന്താണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന ഒരുപാട് ടവറുകൾ, അതുപോലെ തന്നെ ആയിരവല്ലിപ്പാറ, അതുപോലെ തന്നെ ചടയമംഗലത്തെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രമായ ജടായു എർത്ത് സെൻറ്റർ, ജടായുപ്പാറ, അതുപോലെ തന്നെ യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള യൂക്കാലിത്തോട്ടം, അതുപോലെ മറ്റ് മനോഹരമായ തൊട്ട് താഴെയായി ഒഴുകുന്ന നമ്മുടെ ഇത്തിക്കരയാറ്. ഇങ്ങനെ നയനമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കൊണ്ട് പ്രകൃതി കനിഞ്ഞരുളിയ ഒരു സ്ഥലമാണ് ഈ പൊടിയഞ്ചത്ത പാറയ്ക്ക് മുകളിലുള്ള ഈ സ്ഥലം. ബിരുദന്മാരായ ആളുകൾ നല്ല 4 വീലർ ഡ്രൈവിൻ്റെ വാഹനങ്ങൾ പോലും ഇതിൻ്റെ മുകളിൽ കയറ്റി വിടാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ വീൽ പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഈ വാഹനം ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ഏകദേശം റോഡിൽ നിന്നും അല്ലെങ്കിൽ ഈ പുഴയുടെ തീരത്ത് നിന്ന് ഒരു 400 മീറ്ററോളം ഉയരം വരും ഇതിൻ്റെ മുകളിലെത്താൻ. പക്ഷേ ഇവിടെ ചില ആളുകൾ വാഹനവുമായി കയറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് യൂക്കാലിപ്സ് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സ്ഥലമാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയിൽ മുഴുവൻ യൂക്കാലി കൃഷിയാണ്. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന പച്ചപ്പ് പുതച്ച് നിൽക്കുന്ന വട്ടത്തിൽ ആറിൻ്റെ കരയിലായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇത് വെളുന്നല്ലൂർ പഞ്ചായത്തിലെ ആക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വട്ടത്തിലാറിൻ്റെ തീരത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പിന്നെ പ്രത്യേകമായി ഒരുപാട് കാഴ്ചകൾ, മനോഹരമായ കാഴ്ചകളുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഈ പൊടിയഞ്ചത്ത പാറ എന്ന പേര് എങ്ങനെ വന്നു എന്നൊന്ന് മനസ്സിലാക്കാം. സായിപ്പിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന ഈ പുഴയുടെ അക്കരയായി കാണപ്പെടുന്ന ആ തോട്ടത്തിൽ നിന്നും അന്ന് ആടുകളെയും കന്നുകാലികളെയൊക്കെ മേയ്ക്കാനായി വന്ന പൊടിയൻ എന്ന് പറയുന്ന ഒരാൾ ഈ സ്ഥലത്ത് ഈ പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ മരിച്ചിട്ട് 2-3 ദിവസം വരെ ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വിവരവുമില്ലായിരുന്നു എന്നും, പിന്നീട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു കുറ്റിയിലിങ്ങനെ ഉടക്കി മരിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ആണ് പറയപ്പെടുന്നത്. അതിനുശേഷം ഈ പാറയെ പൊടിയഞ്ചത്ത പാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പാറയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 100-150 വർഷമെങ്കിലും ഈ കഥയ്ക്ക് പഴക്കമുണ്ട്. അന്ന് മുതൽ ഈ ഒരു പാറയുടെ പേര് പൊടിയഞ്ചത്ത പാറ എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് പൊടിയഞ്ചത്ത പാറ എന്ന് ഈ പാറയ്ക്ക് പേര് വരാനുള്ള കാരണം. ഇതാണ് വാഹനം കയറി ഈ പാറ പുറത്തേക്ക് പോയ ഒരു വീൽ ബേസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഈ പച്ചമരുന്നുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട്, ആയുർവേദ മരുന്നുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. നിരവധി ആളുകൾ ഇവിടെ വരുമായിരുന്നു. പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലൂടെ ഒരുപാട് ആളുകൾ പച്ചമരുന്നുകൾ ശേഖരിക്കാൻ വരുമായിരുന്നു. ഇവിടെ നിന്ന് പച്ചമരുന്നുകൾ ശേഖരിച്ച് കൊല്ലത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി സ്ഥിരമായി കൊടുത്ത് ജീവിതമാർഗം നയിച്ചിരുന്ന ആളുകൾ പോലും ഉണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ ഒരുപക്ഷെ നശിച്ചു പോയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചെടിയുണ്ട്, എപ്പോഴും പൂ കാണുന്ന കലംപൊട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹൈബ്രിഡായിട്ട് ഈ ചെടി ചെറുതായിട്ട് നട്ട് വളർത്തുന്നുണ്ട്, വിവിധ നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പണ്ട് മുതലേ ഉള്ള ഒരു ചെടിയാണ് ഈ കലംപൊട്ടി എന്ന് പറയുന്ന ചെടി. അങ്ങനെ നിരവധി നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായി ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.